ഹലോ, എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്. പിന്നെ സജന റസൂൽ പൂക്കുറ്റി ഇഷ്യൂന് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് സജന വന്നിട്ടുണ്ട്. ഒരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ എന്തേലൊക്കെ പ്രശ്നങ്ങളായി അത് വിവാദമായി എന്നറിയുമ്പോ അടുത്ത സ്പോട്ടിലെല്ലാം കൊണ്ടുപോയിട്ട് ഒന്നിക്ക് എയുടെ നെഞ്ചത്തോട്ട് അല്ലെങ്കിൽ എന്റെ ഫോൺ ഹാക്കായി അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. ഈ ഒരു കോപ്പ് നിർത്താറായില്ലേ? കൊറേ കാലമായില്ലേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേല് എയുടെ നെഞ്ചത്തോട്ട് അല്ലെങ്കിൽ ഫോൺ ഹാക്ക് ചെയ്തു അല്ലെങ്കിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. കഷ്ടം. ഹലോ, എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഈ പോസ്റ്റ് പുറത്ത് വന്നിട്ട് എത്രയോ മണിക്കൂറുകളായി. അപ്പോഴൊന്നും നിങ്ങൾക്ക് അയ്യോ എൻ്റെ അക്കൗണ്ട് ഹാക്കായിട്ടുണ്ട്, അതിൽ വന്ന മെസ്സേജുകളോ കാര്യങ്ങളോ ഒന്നും എൻ്റെതല്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വഴിയോ അല്ലെങ്കിൽ വേറൊരാളുടെ ഫോൺ വഴിയോ ജനങ്ങളെ അറിയിക്കായിരുന്നല്ലോ. അതൊന്നും അപ്പൊ ചെയ്തിട്ടില്ല. ഇത് ആ പോസ്റ്റ് അവരുദ്ദേശിച്ച രീതിയിലല്ല, അവർക്ക് നേരെ തിരിച്ച് നെഗറ്റീവായിട്ട് പോയി കഴിഞ്ഞപ്പോ തുടങ്ങി അക്കൗണ്ട് ഹാക്കായി. ഗൈസ്, വിശ്വസിക്കണം ഗൈസ്. എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്. പിന്നെ കൺഗ്രാജുലേഷൻ എന്നൊരു കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എൻ്റെ ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും. ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലു ആണ്. ഹാക്കായ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രൈവറ്റ് ഫോട്ടോ കിട്ടുന്നത്? ആ പോസ്റ്റിലിരിക്കുന്നത് നിങ്ങളുടെ ഫോട്ടോ അല്ലേ, അല്ലാതെ ഏതോ നെറ്റിൽ കിടന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുചെന്ന് പോസ്റ്റ് ചെയ്തതല്ലോ. നിങ്ങൾ അങ്ങനെ പറഞ്ഞായിരുന്നോ അതെന്റെ ഫോട്ടോ അല്ലല്ലോ, അത് നിങ്ങളുടെ ഫോട്ടോ തന്നെയല്ലേ? അതെങ്ങനെ ആ വ്യക്തിക്ക് കിട്ടി? ഇത് സംഭവം വേറൊന്നുമല്ല. ഈ സാധനം ഇവര് പബ്ലിക് ചെയ്തപ്പം ഇത് ഈ റസൂൽ പൂക്കുറ്റിക്ക് ഒരു ഫാമിലി ഉണ്ടല്ലോ, അവിടെ ഇഷ്യൂ ആയി കാണും. അവിടെ ഇഷ്യൂ ആയപ്പം ഇങ്ങനെ കയറി പ്രശ്നം ഉണ്ടാക്കി കാണും. ഞാൻ വിളിച്ചിട്ട് ഷാലു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമാണ് ഷാലു, എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവള് നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്. എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഇതിപ്പം കുറ്റം മൊത്തം ബാക്കിയുള്ള ആൾക്കാരുടെ നെഞ്ചത്തോടാണല്ലോ. ഇവര് കൊണ്ടുപോയിട്ട് ഓരോ പോസ്റ്റ് ഇടും, അത് പ്രശ്നമാകുമ്പോ ഇവര് കൊണ്ടുപോയി ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് ഇതുപോലെ വന്നിട്ട് വല്ല എയുടെ നെഞ്ചത്തോട്ട് കയറ്റും. എന്നിട്ട് യൂട്യൂബേഴ്സിനെ ഇരുന്ന് കുറ്റം പറയും. അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. ഇത് എന്തോന്ന് വരുന്നവർക്കും പോകുന്നവർക്കും കൊട്ടാൻ വേണ്ടിട്ട് യൂട്യൂബേഴ്സ് എന്തോന്ന് ചെണ്ടയോ? നിങ്ങൾക്ക് വൃത്തികേടുകൾ കാണിക്കാം, നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അത് ഇതാക്കാം. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് കൊല്ലാക്കൊല ചെയ്യുന്ന ആൾക്കാര്, ബാക്കിയുള്ള ആൾക്കാരെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാര്, ബാക്കിയുള്ള ആളുടെ വേറൊരു ഡയലോഗും കൂടി ഉണ്ടായിരുന്നു, മറന്നുപോയി. കേസ് വഴി തന്നെ മൂവ് ചെയ്യും. കാരണം നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തിയുടെ രീതിയിലുള്ള എന്നെ കുറെ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതോടെ എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. സംഭവം കയ്യിന്ന് പോയി. അതായത് ഇവര് തമ്മിൽ എന്തോ പ്രശ്നം നടന്ന സമയത്ത് ആ വാശിക്കോ ദേഷ്യത്തിനോ ഈ സ്ത്രീ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തപ്പോ ഇവര് വിചാരിക്കാത്ത രീതിയിൽ ഈ സാധനം അങ്ങ് കയറി വൈറലായപ്പോ എന്തായി? ഇവര് തമ്മിൽ ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ നടന്നു കാണും. നടന്നപ്പോ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് ഹാക്കിന്റെ നെഞ്ചത്തോട്ട് കയറി. അത്രേ ഉള്ളു കാര്യം.
ഇത് ആരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പൊ മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ സൈബർ സെല്ലിൽ പോയിട്ട് ഇതിന്റെ കാര്യങ്ങൾ എടുത്ത് ഇത് ആരായാലും ഇത് എന്തായാലും ഞാൻ എടുത്ത് വരും. ആരാണ് ഇങ്ങനെ ചെയ്തത്, എന്റെ ഹാക്ക് ചെയ്തത് ആരാണ്, ആരൊക്കെയാണ് ഇപ്പം എനിക്ക് എന്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എല്ലാം പറഞ്ഞില്ലേ, പിന്നെ ഇത് മാത്രം എന്താ പറയാൻ ഇത്ര പ്രയാസം? അതും കൂടെ പറ, നിങ്ങൾക്ക് ആരെയാണ് സംശയം? അതും കൂടെ പബ്ലിക്കായിട്ട് പറയുന്നതിൽ എന്താ പ്രശ്നം? അത് മാത്രല്ല, കേസ് കൊടുക്കണമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ പോയി കൊടുക്കാമായിരുന്നല്ലോ. ഈ രാത്രി വന്നിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അയ്യോ ഹാക്ക് ആയി പോയതാണ്, നിങ്ങൾ ഹാക്ക് ചെയ്തു എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ശരിക്കും ഹാക്ക് ചെയ്തിട്ടാണെങ്കിൽ മാത്രം കൊണ്ട് കൊടുത്തേക്ക. കാരണം പോലീസുകാർ അത് പൊക്കും. അതുകൊണ്ടാ ആൾക്കാരെ സംശയമുണ്ട്. എന്റെ അക്കൗണ്ടിൽ തന്നെ എന്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ അതിനെ കുറിച്ച് ഫോൺ ഓഫ് ആയിപ്പോയി. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഥവാ എന്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അത് നിങ്ങൾ എന്ത് തേങ്ങാക്കൊല വേണമെങ്കിലും ചെയ്യും. പക്ഷേ ഇമാതിരി കോപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് നാട്ടുകാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. നിങ്ങളുടെ ഒരു പരിപാടി ഉണ്ട്, എന്താണെന്നറിയോ? ഒരു പോസ്റ്റ് ചെയ്യും, അത് ഡിലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അടുത്ത പോസ്റ്റ് ചെയ്യും, അതും ഡിലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നേ? നിങ്ങൾക്ക് ഒരു കാര്യത്തില് ഉറപ്പില്ലെങ്കിൽ, ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ അത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ അത് അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണല്ലോ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നത്. വിശ്വസിച്ചോ? അല്ലാതെ ഞാനിത് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വാഴയായിട്ട് വന്ന് പറഞ്ഞോട്ടെ, അമ്മ നിങ്ങൾ വിശ്വസിക്കുക. ദയവ് ചെയ്ത് എന്നെ ഉപകാരം ചെയ്തിന് ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കേസ് കൊടുക്കണമായിരുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ കൊടുക്കണം. ഇത് പബ്ലിക്കിലോട്ട് കൊണ്ടിട്ട് വിവാദമായി കഴിഞ്ഞപ്പോ ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത്രയും സമയം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങൾ ആ സമയത്തൊന്നും കേസ് കൊടുക്കണം എന്ന് തോന്നിയില്ല. തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് നിൽക്കത്തില്ല. അതാരായാലും അവർക്കുള്ള ഒരു വാണിംഗ്. ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എന്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്ത് പറഞ്ഞാലും എന്നാലും നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അന്നേരം അതിന്റെ രീതിയിൽ ഞാൻ നീങ്ങിക്കോളാം. ഈ ഹാക്കിങ്ങിന്റെ നാടകം കുറെ കാലമായിട്ട് കാണുന്ന ചേച്ചി. ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസേഴ്സ് എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ട് അത് ജനങ്ങളെടുത്ത് റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പം അടുത്ത സ്പോട്ടിൽ വന്ന് പറയും, സോറി ഞാൻ അതല്ല ചെയ്തത്, അത് ഹാക്ക് ചെയ്തതാണ്, അല്ലെങ്കിൽ AI ആണ്. എടാ ഇത് കേട്ട് മടുത്തടേ. കാലം കുറെ ആയില്ലേ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാ സത്യമായിട്ട് നിങ്ങൾക്ക് പറയാമായിരുന്നു. അല്ലെങ്കിൽ വന്ന് മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ഇപ്പൊ ഇങ്ങനെ റിയാക്ഷൻ ആയിട്ട് വന്നത്? അത് നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ പൊട്ടത്തരം. ശരി, എന്നാ ഹാക്ക് ചെയ്തതല്ലേ, പോയി കേസ് കൊടുത്തേക്കോ.